അഭിജിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഊട്ടിയിലത്തെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാൻ നിങ്ങളടുത്ത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ സ്റ്റേ എവിടെയാണെന്നുള്ളത് നിങ്ങളെ കാണിക്കാന്നുള്ളത്. അപ്പോൾ ഇത്തവണയും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. ഗ്രീൻ കാസ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഗ്രീൻ കാസയിലത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഓരോന്നായിട്ട് കാണാം. ഞങ്ങൾ ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരെയും പോലെ തന്നെ യൂട്യൂബിലും അവിടെയൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് യൂട്യൂബിലൊരു നല്ല വീഡിയോ കാണാൻ പറ്റി. ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുള്ള ഒരു ഫാമിലിയുടെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ അതിഷ്ടമായി. അത് മാത്രമല്ല, നമ്മൾ കാണുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ, നമുക്ക് പറ്റിയ ബഡ്ജറ്റിൽ നമുക്കൊരു നല്ലൊരു സ്റ്റേ, അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു നല്ലൊരു സ്റ്റേയും നല്ല ഫുഡ് അതൊക്കെ തന്നെ നമുക്ക് ഇത്തവണയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം. കാരണം ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോൾ ഇവിടെ എന്താ പറയുക, ഫ്ലവർ ഷോ ഒക്കെ വരും. അപ്പോൾ എല്ലാവരും ഊട്ടിയിലേക്കൊക്കെ വരുന്ന സമയമാണ്. നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ടിൽ വന്ന് താമസിക്കാം. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇവിടുത്തെ എല്ലാവരും തന്നെ മലയാളീസാണ്. ഇവിടുത്തെ ഓണറും ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും കോഴിക്കോട് സൈഡിലെ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നു കഴിഞ്ഞാൽ നല്ല നമ്മളെ നാടൻ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അല്ലേ. നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ നമ്മൾ പൈക്കര ആ സൈഡൊക്കെ കവർ ചെയ്തു. ഇന്ന് നമ്മൾ പോകുന്നതിന് മുന്നേ ഇവിടുത്തെ മെയിൻ സ്ഥലം ഉണ്ടല്ലോ, ബൊട്ടാണിക്കൽ ഗാർഡൻ, അത് നിങ്ങൾ ഒഴിച്ചു വെച്ചേക്കാണ് കേട്ടോ ലാസ്റ്റ് കാണാനായിട്ട്. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ പോകണം. അതിന് മുന്നേ ആയിട്ട് ആണ് നമ്മളിതൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ രാവിലെ നല്ല തണുപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. അപ്പോൾ നമുക്കിത് പഴയ ഓടൊക്കെ മേഞ്ഞ് നമ്മുടെ ആ പഴയ ഒരു രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഒരു പൂച്ച ഉണ്ടോ, വലിയ പൂച്ച. അപ്പൊ ഈ ഒരു പടിപ്പുര കടന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവരുടെ റിസപ്ഷനും ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാനും അതുപോലെ തന്നെയുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ഷോപ്പ് കൂടെ അവരിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുട്ടികളും എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല, നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ട്, അത് അവർ ഇവിടെ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ വാങ്ങാം. പിന്നെ ഇവരുടെ റിസപ്ഷനാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് ഇവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമ്മൾ ഇവിടുന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ലീവ്സ്. ഇതാണ് ഇവരുടെ ഗ്രീൻ ലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവരുടെ മെയിൻ പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഗ്രീൻ കാസ. അപ്പോൾ ഇത് ഇവരുടെ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഊട്ടിയിൽ തന്നെ ഇവർക്ക് 7 പ്രോപ്പർട്ടീസ് വേറെയുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഗ്രീൻ കാസയിലേക്ക് വരുന്ന വഴി തന്നെ ലാബ്ലൂംസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഇവരുടെ ഗ്രൂപ്പിൻ്റെ പേരാണ് ഈ ഒരു ഗ്രീൻ ലീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ഇതാ ഈ ഒരു ഊഞ്ഞാലാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത്. പക്ഷെ തണുപ്പ് കാരണമുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വന്ന് ആടാനുള്ളൊരു സമയം കിട്ടിയില്ല. നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പം തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഇരുന്ന് വരക്കാൻ ഈ പൂച്ചയുണ്ടല്ലോ, അതിനെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചെന്ന് തോന്നുന്നില്ല. അവരിതാ ഇവിടെ അടിയിൽ തന്നെ ഉണ്ട്. ഇതാ നല്ല ഉരുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇതാ കുറേ ചെടികളൊക്കെ വെച്ച് അവർ ഇവിടെയൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഗ്രീൻ കാസ എന്നുള്ള പേരുള്ളതുകൊണ്ടായിരിക്കും ബിൽഡിങ്ങിനും ഈ ഒരു സ്ഥലത്തൊക്കെ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കൂടുതലും നമ്മൾ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു വൈറ്റ്, റെഡ് ആ ഒരു ഷെയ്ഡിലൊക്കെയാണ് ബിൽഡിങ്സ് ഒക്കെ കാണുക. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് അവരുടെ പേര് പോലെ തന്നെ ഒരു ഗ്രീൻ കളറിൽ ഈ ഒരു ബിൽഡിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സൈഡിലേക്കാണ് കേട്ടോ നമ്മുടെ റൂംസൊക്കെ വരുന്നത്. നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. വളരെ ഒരു ചെറിയ മിനിമൽ ഒരു സ്ഥലത്ത് അത് നല്ല മനോഹരമായിട്ട് തന്നെ ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ലവ് ബേർഡ്സൊക്കെ ഉണ്ട്. ഇവരുടെ റിസപ്ഷൻ്റെ തൊട്ട് ഇവിടെ കാണുന്നത് റൂംസ് തന്നെയാണ് കേട്ടോ. നമ്മൾ സിംഗിളായിട്ട് വരുമ്പോൾ ഒരു 2 പേരൊക്കെ ആയിട്ട് വരുമ്പോൾ താമസിക്കാൻ പറ്റിയിട്ടുള്ള റൂം. ഫ്രണ്ടിൽ കാണുന്നതും ആ ഒരു റൂം തന്നെയാണ്. അതിൻ്റെ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ റൂംസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് നമ്മുടെ റൂംസും ആ ഒരു ഭാഗത്തേക്കുള്ള ലാൻഡ്സ്കേപ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
ആണ്. ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ചുറ്റും ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം നമ്മൾ ക്യാമ്പ് ഫയർ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പപ്പയും മമ്മിയും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാമ്പ് ഫയർ ഞങ്ങൾ വേണ്ട വിചാരിച്ചു. പിന്നെ ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നല്ലോ. അവരാണെങ്കിലും പുറത്തേക്ക് അധികം ഇറങ്ങാൻ ചാൻസ് ഇല്ല, കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ഒരു ടീമൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. കാരണം നമ്മൾ പൊതുവേ ഉണ്ടല്ലോ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം അങ്ങനെ ഉണ്ടാവാറില്ല. ഇവിടെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഒരു 10-16 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ക്യാമ്പ് ഫയർ നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിന് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു അധികമൊന്നും വരില്ല, അത് എല്ലാ റിസോർട്ടിലും നമുക്കുള്ളതാണ്. നമ്മളിപ്പോൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെറ്റിങ്സൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പേ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു 1500 ഒക്കെ എക്സ്ട്രാ നമ്മൾ പേ ചെയ്തിട്ടാണ് ക്യാമ്പ് ഫയർ സെറ്റിങ്സൊക്കെ ചെയ്യാം. പിന്നെ ഇതാ ഇവിടെ നിന്നുള്ള ഔട്ട് ഓഫ് വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടില്ല, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ അത്രയും ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ ഫാംസൊക്കെയാണ്. ഇനി നമുക്ക് നമ്മുടെ റൂം ലാസ്റ്റ് കാണാം കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ റൂം നമ്മുടേതാണ്. കാരണം ഒന്നുമല്ല, നമ്മൾ ഫാമിലി റൂമാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് വേറെ അല്ലാതെ നമ്മൾ ഹസ്ബൻഡും വൈഫ് അങ്ങനെ 2 പേരൊക്കെ വരുമ്പോൾ റൂംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും എനിക്ക് തോന്നുന്നത് ഫാമിലി റൂം തന്നെ ആയിരിക്കുന്നു. കാരണം ഇതിനും ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ, റൂമിന് സെപ്പറേറ്റ്. അപ്പോൾ ഫാമിലി റൂമൊക്കെ വരുമ്പോൾ സെപ്പറേറ്റ് ബാൽക്കണിയൊക്കെ വരുന്നുണ്ട്. എനിക്ക് തണുത്തിട്ട് വിറച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു റൂമിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ അവർ ഇതുപോലെ തന്നെ എന്താ വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഇവിടുത്തെ വേറൊരു ഫാമിലി റൂമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ആൾക്കാരുണ്ട്, അപ്പം നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റും. ഇവിടെ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പും അതുപോലെ തന്നെ നമുക്ക് ഇരുന്നാടാനായിട്ട് ഒരു എന്താ ഊഞ്ഞാലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല രസമല്ലേ ഇതുപോലെ നമുക്ക് രാത്രി പുറത്ത് ഇവിടെ വന്നിരിക്കാം. ഇവിടെ ഊഞ്ഞാലൊക്കെ അടി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫാമിലി റൂം. അപ്പോൾ ഇതിൽ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കാണാൻ പറ്റില്ല അങ്ങനെ. ഇനി ഈ ഒരു സൈഡായിട്ടാണ് ഇവരുടെ കിച്ചൺ വരുന്നത് കേട്ടോ. നമ്മുടെ മെയിൻ ഷെഫാണ് ഇക്ക. അപ്പോൾ ഇക്കനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇക്കയുടെ പേര്? എൻ്റെ പേര് അബ്ദുൽ ഹക്കീം. ഓക്കെ. ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് 4 years ആയി അല്ലേ? ഇക്കയുടെ ഫുഡ് സൂപ്പറാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ രാവിലത്തെ ഇഡ്ഡലിയും അതുപോലെ തന്നെ നമുക്ക് ചട്നി സാമ്പാറും അതൊക്കെയായിരുന്നു. അപ്പോൾ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഇന്നലെ. അതുപോലെ രാത്രി നമ്മൾ വരുമ്പോൾ തന്നെ ഇവർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾക്ക് ഫുഡ് വേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ 4 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു. അത് കറക്റ്റായിട്ട് അവർ ഞങ്ങൾ വന്ന് ഒരു 1 hourനുള്ളിൽ ഒരു സെറ്റ് ചെയ്തിട്ട് തന്നു കേട്ടോ നമുക്ക് ഫുഡ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു ടെൻഷനും വേണ്ട. ഇവിടെ നമുക്ക് ഷെഫ് അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന എന്ത് ഫുഡും നമുക്ക് റെഡിയാക്കി തരും അല്ലേ? എല്ലാ ഫുഡും ഇവിടെ റെഡിയാക്കി തരും. അപ്പോൾ അറബിക് ഫുഡും ഉണ്ടാവും. അതെ അല്ലേ, പ്രീ ഓർഡർ ആണെങ്കിൽ അറബിക് ഫുഡൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ബാർബിക്യൂ ഉണ്ട്. ബാർബിക്യൂ സെറ്റിംഗ് അത് അവിടെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? ബാർബിക്യൂ സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ഥലത്തല്ലേ അവിടെ. ചിക്കനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഓർഡറിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ചിക്കൻ ഫ്രഷ് വെജിറ്റബിൾ എല്ലാം ചെറിയ സ്റ്റോക്ക് ഉണ്ടാവും. മാക്സിമം നമ്മൾ ഓർഡറിനനുസരിച്ചാണ് പർച്ചേസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ചിക്കനൊക്കെ മാരിനേഷൻ കുറച്ച് ഏർലി ചെയ്ത് വെച്ചാൽ സോഫ്റ്റ് ആയി കിട്ടും. ഇന്നലെ മേടിച്ച ചിക്കൻ 65 അത് നമ്മുടെ ഒരു മസാലയാണ്. അത് ശരി, പല വിധത്തിൽ ഉണ്ടാക്കാം. പക്ഷെ ഏറ്റവും
ഇനിയും ഒരു ഇതായിട്ടും സ്റ്റൈലായിട്ടും ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഇടുന്നതിന് പകരം കുറച്ച് കടലമാവ് ചേർത്ത് അതൊക്കെ ഒരു ഡിസ്കവറാണ്. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ നമ്മൾ ഫാമിലിക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുണ്ട്. അതല്ലേ ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബാച്ചിലേഴ്സിന് ഇല്ല. ബാച്ചിലേഴ്സിന് ഇല്ല അല്ലേ? അതേപോലെ അൺറിലേറ്റഡ് കപ്പിളിന് കൊടുക്കൂല. മാരീഡ് കപ്പിൾസ് ആൻഡ് ഫാമിലി. അത് ശരി. അത് ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഊട്ടിയിൽ ഒരു 7 പ്രോപ്പർട്ടി ഉണ്ട്. ഗ്രീൻ ലീവ്സ് ഹോളിഡേ ഹോംസിന്റെ അണ്ടറിലാണ് ഈ 6 പ്രോപ്പർട്ടിയും വരുന്നത്. അതിന് ഫുള്ള് നമ്മൾ ഫാമിലീസിന് മാത്രമേ കൊടുക്കുള്ളൂ. എല്ലാ പ്രോപ്പർട്ടിയും ഫാമിലീസിന് മാത്രമാണ് അല്ലേ? അതൊരു മെയിൻ കാര്യമാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫാമിലീസിന് മാത്രമാണ് ഇവരുടെ പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും നോട്ട് ചെയ്തോളാം. നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇക്ക താങ്ക് യു സോ മച്ച്. എന്തായാലും ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യും. ഞങ്ങളാണെങ്കിലും ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് കണ്ടിന്യൂ. അപ്പോൾ ഇവിടുത്തെ കിച്ചൺ ആണ് കേട്ടോ. ഇത് കിച്ചണും അതിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കോമൺ ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ട്. മൈഗ്രേഷൻ ആണ് ബേർഡ്സ്. അത് ശരി. അത് ഏതെങ്കിലും സീസൺ ഉണ്ട് ഇങ്ങനെ ബേർഡ്സ് ഒക്കെ വരാനും സീസൺ ഉണ്ട്. ഏപ്രിൽ മെയില് വൈറ്റ് ബെല്ലിഡ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ, അത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. അതേപോലെ ഇവിടെയാണ് ഈ ഏരിയയിലാണോ അതോ പുറത്തെ ഏരിയയിലാണോ കാണുന്നത്? ഇവിടെ വരും നമ്മുടെ പ്രോപ്പർട്ടിയിൽ. അതേപോലെ ഇന്ത്യൻ പിട്ട വരും. ഇന്ത്യൻ പിട്ട റയർ സ്പീഷീസ് ആണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരും. നവരഞ്ജിനി കുറെ അതിന് 9 കളർ ഉണ്ടാവും. അതൊക്കെ ഇവിടെ നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. കോമൺ റോസ് ഫിഞ്ച് ഏപ്രിൽ മെയ്യിലൊക്കെ ഒരു ചൂട് സമയത്തൊക്കെ ഇവിടെ വരും. പിന്നെ നിങ്ങളുടെ റേറ്റ് സീസൺ അനുസരിച്ച് മാറുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ഉണ്ടാവും. അതിന്റെ കൂടുതൽ ഇപ്പോൾ എങ്ങനെയാണ് പറഞ്ഞാൽ പീക്ക് സമയം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ കുറച്ച് റേറ്റ് ഉണ്ടാവും. നോർമൽ ടൈമിൽ ഡിമാൻഡ് അനുസരിച്ച്. പിന്നെ നമ്മൾ ഏതെങ്കിലും ആപ്പ് വഴിയൊക്കെ ബുക്ക് ചെയ്യുമ്പോഴും റേറ്റിൽ വ്യത്യാസമുണ്ട്. നമ്മൾ നേരിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നതും ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ആപ്പ് വഴി ബുക്ക് ചെയ്യുമ്പോൾ അവരെന്തായാലും തന്നെ അവരുടെ ഒരു കമ്മീഷൻ എടുത്തിട്ടാണ് നമുക്ക് പേ ചെയ്യുക. അപ്പോൾ അത് കസ്റ്റമേഴ്സ് വിചാരിക്കും ഇത് 10 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആപ്പ് വഴി അല്ലാതെ ഇതുപോലെ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് നേരിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ പ്രൈസിന് തന്നെ ഇവിടെ വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ എവിടെ ആണെങ്കിലും എവിടെ എങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ബുക്കിംഗ് ആണ് ഏറ്റവും നല്ലത്. ബേർഡ്സ് ഫീഡിങ് ആണ്. ഉള്ളിൽ കയറിയിട്ടാണ് കൊടുക്കുന്നത് ബേർഡ്സിനെ ഫീഡ് ചെയ്യുന്നത്. കുറച്ച് കൂട്ടിലൊക്കെ മുട്ട ഇട്ടിട്ടുണ്ട്. അത് ശരി. അതില് ഫിഞ്ച് ഒരു 5 മുട്ട ഇട്ടിട്ടുണ്ട്. 2-3 ദിവസത്തിൽ കുഞ്ഞു വരും. അത് ശരി. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ റൂം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോയിട്ടാണ് നമ്മുടെ റൂം വരുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ എടുത്തേക്കുന്നത് ഫാമിലി റൂമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കോമൺ ആയിട്ടുള്ള ഒരു നല്ലൊരു ഹാളുണ്ട്. നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ ഒരു ഹാളിലേക്കാണ്. നല്ല അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാള്. നമുക്ക് പുറത്തേക്കുള്ള വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയ വിൻഡോസൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു 7ഉം അതുപോലെ തന്നെ 8ഉം ഈ 2 റൂമും ഫാമിലി റൂമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഭക്ഷണം കഴിക്കാനുള്ള ടേബിളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഓരോരുത്തർ റൂമിലിരിക്കാതെ നമുക്കിതാ കോമൺ ആയിട്ട് ഇവിടുത്തെ സോഫയിലൊക്കെ വന്നിരുന്ന് ഇവിടെയൊക്കെ ഇരുന്ന് ഒന്നിച്ച് സംസാരിച്ചിരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ഇന്നലെയൊക്കെ ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു റൂമില് ഇപ്പൊ മെമ്പേഴ്സ് ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കേട്ടോ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പണ്ടത്തെ ഒരു എന്താ പറയാ ചാരി കസേര. അയ്യോ അടിപൊളിയാണ് കേട്ടോ. ഇതില് കിടന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക. നല്ല അടിപൊളി ചെയറാണ്. അപ്പൊ നല്ല എന്താ പറയാ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഊട്ടിയിലൊക്കെ നിങ്ങൾക്കറിയാം കൂടുതലും വുഡൻ ഫ്ലോറിങ്ങിനെയാണ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു തണുപ്പൊക്കെ കാരണം.
പിന്നെ കണ്ടോ ഇവിടെ ഒരു തൂക്ക് ഇതൊന്നും പക്ഷേ എടുക്കാനൊന്നും പറ്റില്ല. ഇവര് ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് കേട്ടോ, ഹാൻഡിക്രാഫ്റ്റഡ് ഷോപ്പ്. അവിടെ പോയപ്പോൾ കണ്ടിട്ടുള്ള കുറേ ചിത്രങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടില്ലേ, ഞങ്ങൾ പോയിട്ട് കണ്ടു. പക്ഷെ നല്ല കോസ്റ്റ്ലി ആണ്. കാരണം ചന്ദനത്തിലും രക്തചന്ദനത്തിലും ഉണ്ടാക്കിയ സാധനങ്ങളാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ സാധനം തന്നെ ഒത്തിരി റേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ് ഒക്കെ ഇവിടുത്തെ ആദിവാസി സമൂഹം ഉണ്ട് കേട്ടോ, ടോഡ പീപ്പിൾ എന്നാണ് പറയുക. അപ്പൊ അവരാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു ഷോപ്പ് പോയപ്പോൾ അവർ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളത് കാണിക്കാൻ പറ്റാതിരുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പക്ഷെ എല്ലാം തന്നെ നല്ല കോസ്റ്റ്ലി ആണ്. പിന്നെ അവർ വാഴനാര് വെച്ചിട്ട് സാരി വരെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരു 800, 850 ആ ഒരു റേറ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല സാരിയാണ് കേട്ടോ. ഞങ്ങൾ ഒരെണ്ണം ഇന്നലെ പോയിട്ട് വാങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ മെൻഷൻ ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ വാങ്ങിക്കാനായിട്ട്. അവരുടേതായിട്ടുള്ള ഷോപ്പിൽ നിങ്ങൾ പോവാം. റേറ്റ് ഉണ്ടാവും, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ, ഇവിടുത്തെ ലൈറ്റ്സും എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സൈഡിൽ ഇവരുടെ ഒരു സ്റ്റോർ റൂമാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് ഇതാ നിങ്ങൾക്ക് രാത്രി ഇവിടെ നിന്ന് ക്യാരംസ് ഒക്കെ കളിക്കാം, നല്ല അടിപൊളിയായിട്ട്. അപ്പം അതിനുള്ള ഒരു സെറ്റപ്പും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഞാൻ പറഞ്ഞ പോലെ വിൻഡോസ് ഉള്ള കാരണം നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് തന്നെ കാണാം. ഇനി നമുക്ക് നമ്മുടെ റൂമാണ് ലാസ്റ്റായിട്ട് കാണാനുള്ളത്. അപ്പം ഇനി റൂമിലേക്ക് പോവാം. അപ്പം നമുക്ക് ഇനി റൂമിലത്തെ കാഴ്ചകളാണ് കേട്ടോ കാണാനുള്ളത്. ഞാനുണ്ടല്ലോ ബുദ്ധിപരമായിട്ട് റൂമിൻ്റെ വീഡിയോ വന്ന ഉടനെ തന്നെ എടുത്തു വെച്ചു കേട്ടോ. കാരണം അവർ റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 പേർക്ക് ഇവിടെ നമുക്ക് കിടക്കാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ഒരു പ്രൈവറ്റ് ബാൽക്കണിയാണ് കേട്ടോ ഉള്ളത്. നമുക്ക് പുറത്തിരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രൈവറ്റ് ബാൽക്കണിയാണ്. പിന്നെ അതുപോലെ തന്നെ ഫാമിലി റൂം ആയത് കാരണം തന്നെ കിഡ്സൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് കിടക്കാനായിട്ട് ഇതുപോലെ ഡബിൾ ഡെക്കറൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ആർച്ച് കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത് വേറൊരു റൂമും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെയും നല്ല അരയന്നത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ ബെഡിൽ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മുടെ ലഗേജൊക്കെ വെക്കാനായിട്ട് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ബാത്റൂമും ഉണ്ട് അറ്റാച്ച് ആയിട്ട് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ റൂമൊക്കെ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ഒരു സെറ്റപ്പാണ്. നമുക്ക് റൂമിൻ്റെ പുറത്തിതാ ഇതുപോലെ വന്നിരുന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. ഇവിടുന്ന് കോഫിയോ അല്ലെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ബാൽക്കണി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഗ്രീൻ കാസിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ബഡ്ജറ്റ് എത്രയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഒരു ഫാമിലി റൂമാണ്. ഫാമിലി റൂം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കണ്ടല്ലോ നിങ്ങൾ 2 സൈഡ് നമുക്ക് ബെഡ് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഒരു ബാത്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, കോമൺ ആയിട്ടുള്ള ഒരു ഹാള്, അതുപോലെ തന്നെ ഇതാ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയും കൂടി ഉണ്ട്. നമുക്ക് ഒരു ദിവസം വരുന്നത് ഇവിടെ 5500 ആണ് കേട്ടോ. അതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ്. ഞങ്ങളിവിടെ 2 നൈറ്റാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെയും താമസിച്ചു, മിനിഞ്ഞാന്ന് നൈറ്റും. അപ്പോൾ 2 ദിവസത്തേക്ക് നമുക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് എവറിത്തിങ് നമുക്ക് വരുന്നത് 11,000 ആണ് ഇവിടെ നമ്മൾ പേ ചെയ്യേണ്ടത്. പിന്നെ ക്യാബ്, നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ മേട്ടുപ്പാളയത്ത് കാറ് വെച്ചിട്ടാണ് ഊട്ടിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഊട്ടിയിൽ കറങ്ങാനായിട്ട് ക്യാബ് വേണം. അതും നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടിരിക്കുന്നത് ഗ്രീൻ കാസിലത്തെ ആൾക്കാർ തന്നെയാണ്. നിങ്ങൾക്കും ക്യാബ്സ് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞാൽ മതി കേട്ടോ. അവർ
അതും കൂടെ സെറ്റ് ചെയ്ത് തരും. നമ്മൾ വന്നിട്ട് നമ്മുടെ പിക്കപ്പ്, നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള പിക്കപ്പ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഒരു ഫുൾ ഡേ, പിന്നെ ഇന്ന് നമ്മുടെ ഡ്രോപ്പ്. ഇത്രയും നമുക്ക് ഈ ഒരു ക്യാബിൽ വരും. അതിന് നമുക്ക് 4500 ആണ് വരുന്നത് കേട്ടോ. ഇത് എല്ലാം തന്നെ നമുക്ക് സീസൺ അനുസരിച്ച് മാറ്റങ്ങൾ വരും. കാരണം സീസൺ ടൈം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ടൈമാണ്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ടിക്കറ്റ് എടുക്കാൻ നമുക്ക് ചിലപ്പോൾ ഡബിൾ പേയ്മെൻറ്റ് വരുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്യാബ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ പാക്കേജ് നമുക്ക് ഊട്ടിയുടെ സ്ഥലങ്ങൾ, ഊട്ടിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ബോട്ട് ഹൗസ്, ദൊഡ്ഡാബേട്ട, അതുപോലത്തെ സ്ഥലങ്ങളും. അതുകൂടാതെ തന്നെ നമുക്ക് വരുന്ന ഒരു പാക്കേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ നമുക്ക് പൈക്കര സൈഡ്, പൈക്കര നമ്മൾ ഇന്നലെ പോയിട്ടില്ല, ആ ഒരു സ്ഥലത്തുള്ള എല്ലാ എന്താ പറയുക സ്പോട്ടുകളും നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പൈക്കര നിങ്ങൾ സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൂനൂർ സൈഡ് പോകാം. കൂനൂർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതിൽ ഏത് പാക്കേജ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന പാക്കേജും അതിനുള്ള ഡേറ്റ്, നമ്മൾ എത്തൊക്കെ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ പൈക്കര കണ്ട് വന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കാണാം. അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ പറയുന്നത്. നമ്മൾ വന്നിട്ട് പിക്കപ്പ് തൊട്ട് നമ്മൾ ഈ ഒരു 2 ദിവസത്തെ കറക്കം, അത് കഴിഞ്ഞ് നമ്മൾ ഡ്രോപ്പ്, ഇത്രയാണ് ഞങ്ങൾ 4500 എന്നുള്ള റേറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് എപ്പോഴും സ്റ്റേബിൾ ആണെന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോൾ അത് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അത് ഇത്രയ്ക്കാണ് നമ്മുടെ ഗ്രീൻ കാസയിലത്തെ വിശേഷങ്ങൾ. ഈ ഒരു പ്രോപ്പർട്ടി ഇവരിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 years ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ അവരിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിതാ പോകാനുള്ള ടൈമൊക്കെ ആയി. ഇനി ഞാൻ പറഞ്ഞല്ലോ ചെക്കൗട്ട് ഉണ്ട്. ചെക്കൗട്ട് നമുക്ക് വേണമെങ്കിൽ 11 മണിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ട് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനും കവർ ചെയ്ത് നമുക്ക് 2 മണിക്ക് ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ മേട്ടുപ്പാളയത്തേക്ക് നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ച് ട്രെയിനിൽ മേട്ടുപ്പാളയത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്ഥലവും കൂടെ കവർ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വരും. അപ്പോൾ ഇന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നലത്തെ ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വരിക. എന്നിട്ട് ഈ ഒരു ഗ്രീൻ കാസയിലത്തെ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ആയിട്ട് വരണം കേട്ടോ. എന്നാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. നിങ്ങൾ വന്നിട്ട് എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്കൊരു ഹോംലി ഫീലാണ് കേട്ടോ. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ, അപ്പോൾ നല്ലൊരു ഹോംലി ഫീലാണ്. പിന്നെ റേറ്റിൻ്റെ കാര്യം നിങ്ങൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. കാരണം ചെറിയ വ്യത്യാസം ഇവർ പറഞ്ഞത്, ഇവരങ്ങനെ സീസണൽ ടൈമിൽ ഒത്തിരി അങ്ങനെ കൂട്ടാറില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല നെക്സ്റ്റ് മന്തൊക്കെ വരുമ്പോൾ. അപ്പോൾ ഓരോ റൂമിനും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഫാമിലി റൂമാണ് ഞാൻ പറഞ്ഞില്ല 5500, മറ്റേ റൂമുകളൊക്കെ 2200 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസുകളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഊട്ടിയിൽ വരുമ്പോൾ ഗ്രീൻ കാസയിലേക്ക് നേരിട്ട് വന്നിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടെ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം വിട പറയുകയാണ്. ഇറ്റ്സ് മീ അബിജു സൈനിങ് ഓഫ്. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇന്നലത്തെ പോലെ തന്നെ നമുക്ക് ഇന്നലെയും ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രെഡും എഗ്ഗും ആയിരുന്നു ഇന്നലെ. ഇന്ന് പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഇത് നമുക്ക് സേമിയ ഉപ്പുമാവാന്ന് തോന്നുന്നുണ്ട് അല്ലേ? സേമിയ ഉപ്പുമാവല്ലേ ഈ ഒരു സാധനം? പുലാബ് പോലത്തെ രീതിയിൽ റെഡിയാക്കി വെക്കുന്നതാണ്. വാങ്കി ബാത്ത്. ഓക്കെ അതാണ് സംഭവം. പിന്നെ ദോശ, ചട്നി, സാമ്പാർ അതൊക്കെയുണ്ട്. പിന്നെ ചായയുണ്ട്. പെട്ടെന്ന് കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാറും. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഊട്ടിയിലത്തെ ഈ ഒരു ദിവസമൊക്കെ മനോഹരമായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ പപ്പയുടെ അഭിപ്രായം എന്തായിരുന്നു? ഊട്ടിയിൽ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഊട്ടിയൊക്കെ ഇഷ്ടമായോ? ഊട്ടി മനോഹരമായിട്ട് ആണോ? തണുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? തണുപ്പ് കുറച്ച് കൂടുതലുണ്ട്. സാധാരണയിൽ കുറച്ച് കൂടുതൽ തണുപ്പുള്ള സ്ഥലമാണ്. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നല്ല തണുപ്പ് കൂടുതലാണ്. എന്നാൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുള്ളതുകൊണ്ട് നമുക്ക് തണുപ്പൊക്കെ ഒരു പ്രശ്നമായി കാണില്ല. അത് ശരി. ശരിയായ വരേണ്ട മാസം ഫെബ്രുവരിക്ക് ശേഷമുള്ള മാസമാണ് തണുപ്പൊക്കെ കുറഞ്ഞൊരു മാസം. പക്ഷെ ആ സമയത്ത് വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ലോഡ്ജുകളിലൊക്കെ ഡബിൾ ചിലവായിരിക്കും, ചാർജായിരിക്കും. ഹോട്ടലുകളിലും അതുപോലെ ഭക്ഷണത്തിനൊക്കെ ചാർജ് കൂട്ടുന്നതാണ് കേട്ടത്. അതുകൊണ്ട് ഈ ജനുവരി ഈ ഒരു സമയമൊക്കെ നല്ല സമയമാണ്. നമുക്ക് തണുപ്പ് അങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റി ഒന്നും കുഴപ്പമില്ല. നോക്കാൻ നല്ല സമയമാണ്. വന്ന് കാണാനും
എന്നാലും ഊട്ടിയില് ഭംഗി മനോഹരായിട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? മനോഹരമായിട്ട്. ഊട്ടിയിലെ ട്രെയിൻ യാത്ര ഇഷ്ടായില്ലേ? ട്രെയിൻ യാത്ര സുഖമായി. നല്ലൊരു വിനോദ കേന്ദ്രമാണ്, ടൂറിസ്റ്റ് കേന്ദ്രമാണ്, സുഖവാസ സ്ഥലമാണ്. അത് ശരി. അങ്ങനെ എല്ലാം കൊണ്ടും വലിയ ഗുണമുള്ള സ്ഥലമാണ്. അപ്പൊ മമ്മിക്ക് എന്തായിരുന്നു? മമ്മിക്ക് ഊട്ടിയിൽ മമ്മിയും കുറെ നാളായിട്ട് ഊട്ടി കാണാൻ ആഗ്രഹിച്ചിട്ടിരിക്കുകയായിരുന്നല്ലേ? ഊട്ടി കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു. മൂന്നാർ കണ്ടിട്ട് അതിന്റെ ഏതാണ്ട് സാമ്യമുള്ള സ്ഥലം തന്നെയാണ് ഊട്ടി. പിന്നെ തേയില തോട്ടങ്ങളും പിന്നെ കുന്നുകളാണ്. കുന്നുകളുടെ മുകളിലാണ് എല്ലാ വീടുകളെല്ലാം ഒരേ ഭാഗത്താണ്. പിന്നെയുള്ള സ്ഥലങ്ങളൊക്കെ വിജനമായി കിടക്കുന്നുണ്ടായിട്ട് കണ്ടത്. പിന്നെ നിറച്ച് കാടുകളാണ് അവിടെ. അത് അധികം ഓരോ വീട്ടിലും ഇഷ്ടപ്രകാരം പൈൻമരങ്ങളും മറ്റുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടായി, നമ്മുടെ യാത്രയൊക്കെ ഇഷ്ടായി അല്ലേ? യാത്രയിൽ ഒരു ആപത്തും ഒന്നും ഉണ്ടായില്ല. നമ്മള് സേഫ് ആയിട്ടും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മുടെ യാത്രയും മനോഹരമായി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റേയും എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ പോകണം. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ.